ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സ്പി വീൽസ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ബസ് സിമുലേറ്റർ ഇന്ത്യ പറഞ്ഞൊരു ഗെയിമാണ് കളിക്കുന്നത്. ഇതിൽ നമ്മൾ കൊമ്പൻ്റെ ദാവൂദ് എന്ന് പറഞ്ഞ പുതിയൊരു ബസ് ഇറക്കിയിട്ടുണ്ട്. ഇത് ഈ അടുത്തിറങ്ങിയൊരു ബസ്സാണ്. ഓൾറെഡി ഉള്ള ദാവൂദ് അല്ല, ഈ അടുത്തിറങ്ങിയ വേറൊരു ബസ്സാണ്. ഇത് പണ്ട് നമ്മൾ കുറച്ച് മുന്നേ ഒക്കെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇത് അവരുടെ തന്നെ ഗെയിമായിട്ടുള്ള ബസ് സിമുലേറ്റർ ഇന്ത്യ ആണ്. ഇതിൽ മെയിനായിട്ട് നമ്മളുടെ കേരള ഉള്ള മാപ്പ് എന്ന് പറയുന്നത് ആകെ കൊച്ചിയിൽ നിന്നും ഒക്കെ ഉള്ളതാണ്. ടൂറ് എടുക്കുമ്പോഴും കരിയർ മോഡൊക്കെ എടുക്കുമ്പോഴും കൊച്ചിയിൽ നിന്നുള്ള മാപ്പും പിന്നെ വേറെ ഇന്ത്യയിലുള്ള കുറച്ച് സ്റ്റേറ്റ്സിൻ്റെ ഒക്കെ മാപ്പാണ് ഉള്ളത്. ഈ മുകളിലുള്ള മാപ്പിൻ്റെ മുകളിൽ പാലക്കാട് നിന്നാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മാപ്പ് എന്ന് പറയുന്നത് കൊച്ചി ടു കോയമ്പത്തൂർ മാപ്പാണ്. ഇത് ഈ ഒരു മോഡലിലുള്ള ബസ്സിൽ സൗണ്ടൊന്നുമില്ല. അത് ഈ ഗെയിമിൻ്റെ ഒരു പ്രശ്നമാണ്. സൗണ്ടൊന്നുമില്ല. പോരാത്തിന് ഇതിൽ നമുക്ക് സ്റ്റോക്കായിട്ടുള്ള ബസ്സിൽ ലൈറ്റൊന്നും ഇടാൻ പറ്റില്ല. അപ്പം ഇത് നമ്മൾ തന്നെ എടുത്ത ബസ്സാണ്, അതിൻ്റെ ലൈറ്റാണ്. ഓക്കെ, ലൈറ്റ് ഓൺ ഓഫൊക്കെ ചെയ്യാം. ഓക്കെ, ഇൻറ്റീരിയറിലും ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഗിയർ ടൈപ്പ് നിൽക്കുന്ന മാനുവൽ ഗിയറാണ്. അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻറ്റീരിയർ വ്യൂ ഒക്കെ പറയുന്നത്. നമുക്ക് മിറർ നോക്കിയിട്ട് വണ്ടി എടുക്കാം. പെട്ടെന്ന് ഭാഗ്യത്തിന് ഇടിച്ചില്ല, ജസ്റ്റ് മിസ്. പിടിക്കാന് ഒന്ന് ആക്സിലേറ്റർ കയറ്റി കൊടുക്കാം. ഓക്കെ, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വൈപ്പർ ഇടാം. അപ്പം ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് മാതിരിയല്ല എടുത്തത്. ജസ്റ്റ് ഒന്ന് ഈ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുതിയ ബസ് ഡെലിവർ ചെയ്ത് കാണിക്കാനാണ്. നമ്മൾ പുതിയ ഈ ബസ് ഡെലിവർ ചെയ്തിട്ട് വരുന്ന വഴിക്കാണ്. സഡൻ ബ്രേക്കൊക്കെയാണ്, പെട്ടെന്ന് ബ്രേക്ക് ഇടും. അതുമാതിരി ബ്രേക്കിങ്ങിൻ്റെ എഫക്റ്റ് ഒക്കെ നല്ലതുണ്ട്. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ അത് അധികം ഇല്ലാന്ന് തോന്നുന്നു, എനിക്ക് അത്ര അറിയില്ല. ലൈറ്റ് നമ്മൾ ഇതിൽ ഈ ഗെയിമിൽ എന്താ വെച്ചിട്ടാണെങ്കിൽ ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല, എക്സ്ട്രാ ഫിറ്റിങ്സ് ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ഈ ബസ്സിൻ്റെ മോഡിലുള്ള ഓപ്ഷനാണ് ഈ ലൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇടുമ്പോഴാണത്. ഓക്കെ, ഇൻറ്റീരിയറിൽ മുകളിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇപ്പം തന്നെ അടിച്ചാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഉള്ളിലേക്ക് വെളിച്ചം കിട്ടും. പിന്നെ രാത്രി ആകുമ്പോഴാണ് നമ്മൾ മെയിനായിട്ടുള്ള ലൈറ്റ് ഇടാം. അപ്പോൾ ആ ലൈറ്റിൻ്റെ പവർ ഒന്നും കൂടി കൂട്ടിയാൽ ഇൻറ്റീരിയറത്തെ ലൈറ്റൊക്കെ ഓഫ് ആവും. അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, വൈപ്പർ ഓഫ് ചെയ്യാം. പിന്നെ അവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അവിടേക്ക് ജസ്റ്റ് ഒന്ന് ബസ് വെറുതെ ഡ്രിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങോട്ട് കറക്കാനാണ് നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, ബസ് മുന്നിലൊരു ബസ്സായിട്ടുണ്ട്. ഏകദേശം ഇന്ത്യത്തെ ഒരു ടൈപ്പാണ്, പക്ഷേ മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന നോർത്ത് ഇന്ത്യയിലേക്കുള്ള ആ ഒരു ടൈപ്പാണ്. ഓക്കെ, ഇയാളുടെ സൈഡിൽ നിൽക്കുന്നില്ല. ഒന്നും കൂടി ലൈറ്റ് അടിക്കാം. പിന്നെ ഈ ഒരു സംഭവം എല്ലാ ഗെയിമിലും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഇന്ത്യയിലുള്ള ഒരു സംഭവമാണ്. ഒരു ഓവർടേക്ക് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് സൈഡിലേക്ക് ആക്കുക. അപ്പോൾ മറ്റേ ഗെയിമൊക്കെ ഞാൻ കളിക്കുമ്പോൾ വരുന്നൊരു ഇഷ്യൂ അതായിരുന്നു. നമ്മൾ ബ്രേക്ക് പിടിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് ആ വണ്ടി കയറി ഇടിക്കുക. പക്ഷേ ഈ ബസ്സിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പുതിയ ബസ് നമ്മൾ ഡെലിവറി ചെയ്തപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് അതോ അങ്ങനെ മുന്നിലൊരു ഓട്ടോ ഉണ്ട്. അപ്പോൾ അത് ഓവർടേക്ക് ചെയ്യാം. ഇതിൽ ഓട്ടോ ഒക്കെ ഉണ്ട്. ഇതാണ് ഈ സൈഡിൽ ഈ ലെഫ്റ്റിലുള്ള ഒരു ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. മിറർ നോക്കാം. മിറർ കുറച്ച് സൈഡിലേക്കാണ് തോന്നുന്നു. ഓക്കെ, നമ്മൾ അടുത്ത് ഓവർടേക്ക് ചെയ്ത ബസ്സാണ് വരുന്നത്. മെല്ലെ അടിക്കാം. ഓക്കെ, തട്ടിയില്ല. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കാം. ഉള്ളിലിരിക്കുമ്പോൾ കറക്റ്റ് ഡ്രിഫ്റ്റ് ആവുന്നൊരു ഫീൽ ഉണ്ട്. ഇനി പുറത്തത്തെ ക്യാമറ ഇട്ട് നോക്കുമ്പോൾ ആ ഡ്രിഫ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇട്ട് കറക്കുക, എന്നാലും രസമുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ബസ് എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ ഇതുപോലെ ബസ് സിമുലേറ്റർ ഇന്ത്യേൻ്റെയും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെയും ഒക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ് കാണിച്ചു തരാം. മുകളിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 1 2 3. അതിൽ ഫസ്റ്റുള്ള ഒരു 1 എന്നുള്ള നമ്പർ ക്ലിക്ക് ചെയ്താൽ ആ ഒരു 1 എന്നുള്ള നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ
ആ ഫ്രണ്ടിലുള്ള ഒരു ബോണറ്റ് പോലത്തെ സംഭവം ഓപ്പൺ ആവുന്നുണ്ടോ. പോരാത്തതിന് ഈ സൈഡിലുള്ള വിൻഡോസിലുള്ള കർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ആവും. പിന്നെ മുകളിൽ എന്തൊരു സംഭവം ഉണ്ട്, അതെന്താ എനിക്ക് മനസ്സിലായില്ല. അതിങ്ങനെ വരും. ആ ബാക്കിൽ ലാഡേഴ്സ് അതുമാതിരി ഈ സൈഡിലും ഡ്രൈവറിൻ്റെ ഗ്ലാസ് അങ്ങനെ തന്നെ. പിന്നെ ഈ നമ്പർ 2 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിലുള്ള ഡിക്കി സ്പേസ് ഒക്കെയാണ് ഓപ്പൺ ആവുക, എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് ഒക്കെയാണ്. പിന്നെ എല്ലാ സൈഡിലും ഉണ്ട്, 2 സൈഡിലും ബാക്കിലും. പിന്നെ 3 നിൽക്കുമ്പോൾ നമ്മളുടെ വണ്ടീൻ്റെ ലിപ്പും അടിയിലുള്ള ലിപ്പും അതുപോലെ തന്നെ ആ സൈഡിലുള്ള ബോഡി കിറ്റും അതൊക്കെ പോകുന്ന കാണാം. ആ ഒരു ഫ്രണ്ടിൽ താഴേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബായ്.